നമ്മൾ നേരത്തെ ഒരു വാർത്ത പറഞ്ഞിരുന്നു, പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൈവിലങ്ങുമായി ഒരു പ്രതി രക്ഷപ്പെട്ടിരുന്നുവെന്ന്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. കൈവിലങ്ങോടുകൂടി തന്നെയാണ് പ്രതിയെ പിടികൂടിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിക്കുകയാണ്. കഞ്ചാവ് കേസിലെ പ്രതിയാണെന്ന് തോന്നുന്നു. കൈവിലങ്ങുമായാണ് പ്രതി രക്ഷപ്പെട്ടത്. ഇപ്പോൾ കൈവിലങ്ങോടുകൂടി തന്നെ പോലീസ് അയാളെ പിടികൂടിയിട്ടുണ്ട്. സ്നേഹമോൾ നായനാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹ, എപ്പോൾ എങ്ങനെ എവിടെ വെച്ചാണ് പിടിച്ചത്? ആര്യ, ഈ കസ്റ്റഡിയിൽ ഈ ലോറി, അതായത് ഈ കണ്ടെയ്നർ ലോറിയുമായി ബന്ധപ്പെട്ട കേസിൽ ഈ 3 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പനങ്ങാട് പോലീസാണ് പുലർച്ചെ ഒരു പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടിരുന്നു. അതേസമയം തന്നെ ഒരു സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ കണ്ടെയ്നർ ലോറി, അതിൽ നിന്ന് 3 പേരെ പിടികൂടി. അതിൽ ഒരാൾ, അയാളും പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. ഇപ്പോൾ അയാളെയാണ് പിടികൂടിയതെന്നാണ് സ്നേഹ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ സ്നേഹ? രതീഷ്, ഈ കണ്ടെയ്നർ ലോറിയുമായിട്ട് ബന്ധപ്പെട്ട കേസിൽ, അതായത് ഒരു മോഷണം നടന്ന കേസിൽ, അതായത് ഒരു മാരുതി എക്കോ കാർ തമിഴ്നാട് കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുപരപ്പള്ളിയിൽ നിന്നും മോഷണം പോയ വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറുന്നു. ഇവർ രക്ഷപ്പെട്ടത്, ഈ മോഷണം നടത്തിയത് ഒരു കണ്ടെയ്നറിലാണെന്ന് മനസ്സിലാക്കുന്നു. ഈ സമയത്ത് ഈ കാർ, മോഷണം പോയ കാർ നിർത്തിയിട്ടിരുന്നത് ഒരു വീടിന് മുൻപിലാണ്. ഈ സമീപ പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴായിരുന്നു ഈ മോഷണം നടന്ന സമയത്ത് ഇതിലൂടെ കടന്നുപോയത് ഈ കണ്ടെയ്നറാണ്, രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഈ കണ്ടെയ്നറാണ് എന്നൊരു വിവരം ലഭിക്കുന്നത്. ഈ സംഘം മോഷണം നടത്തിയ രീതി എന്ന് പറയുന്നത് ഈ ഹരിയാനയിലെ കുപ്രസിദ്ധ മേവന്ത് ഗ്യാങ്, അതായത് കുപ്രസിദ്ധ മോഷ്ടാക്കൾ നടത്തുന്ന അതേ രീതിയിൽ, സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കാറ് മോഷണം പോയിരിക്കുന്നത്. ഈ മാരുതി എക്കോ കാർ മോഷണം പോയിരിക്കുന്നത് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ കാർ ഉപയോഗിച്ച് ATM മോഷണം അടക്കം നടത്താൻ സാധ്യതയുണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുന്നു. തുടർന്ന് ഈ വിവരം തമിഴ്നാട് പോലീസ് കേരള പോലീസിന് കൈമാറുകയായിരുന്നു. തുടർന്ന് രാത്രിയിൽ പോലീസ് കേരളത്തിൽ ഉടനീളം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അങ്ങനെയാണ് നെട്ടൂരിൽ നിന്ന് ഈ രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഈ വാഹനം പിടികൂടുന്നത്. ഈ വാഹനം പിടികൂടിയ സമയത്ത് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത് 3 പേരായിരുന്നു. 3 പേരും രാജസ്ഥാൻ സ്വദേശികളായിരുന്നു. ഇവരെ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർ നടപടികളൊക്കെ നടത്തി വരുമ്പോഴായിരുന്നു ഇതിൽ നിന്നും ഒരു പ്രതി കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നത്. ഇയാൾ ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞു പോകുന്നു. അങ്ങനെ ബാത്റൂമിന്റെ ഈ ജനൽ പൊളിച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടിരുന്നത്. അപ്പോൾ മുതൽ ഈ പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിരുന്നു. തുടർന്ന് അല്പസമയം മുമ്പാണ് ഈ സമീപവാസികൾ തന്നെ ഒരാൾ ഇവിടെ നിന്നും രക്ഷപ്പെടുന്നു എന്നൊരു കാര്യം വിവരം പോലീസിന് കൈമാറുന്നത്. തുടർന്ന് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അങ്ങനെയാണ് ഇയാളെ ഈ പോലീസ് സ്റ്റേഷന് പുറകിലുള്ള കുഫോസ്, അതിന് സമീപ പ്രദേശത്തായിട്ട് ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിന് മുകളിൽ നിന്നും ഇയാളെ പോലീസ് പിടികൂടുന്നത്. അല്പസമയം മുമ്പായിരുന്നു ഇയാളെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത്. എന്തായാലും തമിഴ്നാട്ടിൽ നടന്ന ഒരു കാർ മോഷണം, അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നിലവിൽ ഈ എറണാകുളത്തെ നെട്ടൂരിൽ എത്തി നിൽക്കുന്നത്. ഏതായാലും 3 പ്രതികളും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. രക്ഷപ്പെട്ട പ്രതിയാണ് കസ്റ്റഡിയിൽ